കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ആ ഒരു മാസ് കില്ലിങ്ങിൻ്റെ കേസ് അന്വേഷിച്ചിരുന്ന ഡിറ്റക്റ്റീവ് ആ ഒരു കേസിൽ നാമിൻ്റെ റോൾ എന്താണെന്ന് കണ്ടുപിടിച്ചിരുന്നു. വെറുതെ ഒരു വഴിപോക്കൻ്റെ റോളല്ല നാമിനുണ്ടായിരുന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ നാമിനെ ആ ഒരു കേസിൽ നിന്ന് നീക്കം ചെയ്യാനും കൂടാതെ ഫർദർ ആയിട്ട് നല്ല രീതിയിൽ ആ ഒരു കേസ് അന്വേഷിക്കാനും ഉള്ള തീരുമാനം ആ ഒരു ഡിറ്റക്റ്റീവ് എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് മനസ്സിലാക്കിയ നാം നേരെ ആ ഒരു പ്രോസിക്യൂട്ടർ ജീമാനോട് ഹെൽപ്പ് ചോദിക്കുകയും സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസിക്യൂട്ടർ ജീമാൻ ഏർപ്പെടുത്തിയിട്ട് ആണ് ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ആക്സിഡൻറ്റ് ആ ദിവസം തന്നെ രാത്രിയിൽ സംഭവിച്ചത്. അതേസമയം തന്നെ അവിടെ അടുത്തൊരു കാറിലിരുന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിരുന്നു. അയാളുടെ ലോക്കറ്റിൽ കെ എന്ന ലെറ്റർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതുവരെ നമ്മൾ പേര് കൊണ്ട് മാത്രം അറിഞ്ഞിരുന്ന ആ ഒരു കെ എന്ന് പറയുന്ന ആളാവും അത് എന്നുള്ളത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പ്രോസിക്യൂട്ടർ ജീമാനെ കാണാനായിട്ട് വന്നിരിക്കുന്ന നാമിനെയാണ്. നാം ഈ സമയം ജീമാനോട് ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. നീ പേടിക്കുകയൊന്നും വേണ്ട, അയാളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നീട് അവർ ആ ഒരു ഐലൻഡിൽ നടന്ന സംഭവത്തെപ്പറ്റി ചർച്ച ചെയ്യായിരുന്നു. ആ സമയത്ത് നാം പറയാണ് അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ആ ഒരു ബങ്ദാമിയായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് മിസ്റ്റർ ലീയെ കില്ലറായിട്ട് ചിത്രീകരിക്കാനായിട്ട് ആരാണ് ഓർഡർ തന്നത് എന്ന് ചോദിക്കുകയാണ് നാം. ജീമാൻ പറഞ്ഞ അനുസരിച്ചാണല്ലോ നാം ഇത് ചെയ്തത്. നാമിനറിയായിരുന്നു ജീമാനും മേളിൽ ആരോ ഉണ്ട്, ആ ആൾ ഓർഡർ ചെയ്തിട്ടാണ് ജീമാൻ തന്നോട് ഓർഡർ ചെയ്തതെന്നുള്ള കാര്യം. നാമിൻ്റെ ഈ ഒരു ചോദ്യം കേട്ടിട്ട് ജീമാൻ പറയുന്നത് ഇതാണ്, അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് അയാൾ വേറൊരു വീഡിയോ നാമിനെ കാണിക്കുകയാണ്. ആ വീഡിയോ ചെയർമാൻ ബങ്ങിൻ്റെ ഫ്യൂണറൽ സെറമണിയിൽ നടന്ന ചില സംഭവങ്ങളായിരുന്നു. അതിൽ ഡോക്ടർ ചാ വളരെയധികം കരഞ്ഞ് നിലവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട നാം ശരിക്കും ഞെട്ടിപ്പോവാണ്. കാരണം ഡോക്ടർ ചാ എന്ന് പറയുന്നത് മിസ്റ്റർ ബങ്ങിൻ്റെ ഗേൾഫ്രണ്ട് ആണെന്നുള്ള കാര്യം നാമിന് അറിയില്ലായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് കങ്ങിനെയും മാത്യുവിനെയാണ്. രണ്ടുപേരും ആ ഒരു ഡിറ്റക്റ്റീവിൻ്റെ ആക്സിഡൻറ്റിൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂസിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, അതായത് പവർ ഔട്ടേജ് ഉണ്ടായത് കാരണം ട്രാഫിക് സിഗ്നൽസ് കുറച്ച് നേരത്തേക്ക് നിന്നുപോയി, അത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് നടന്നത് എന്നുള്ള രീതിയിലായിരുന്നു ന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കങ്ങ് പറയുന്നുണ്ട് ഇങ്ങനെയാവാൻ സാധ്യതയില്ല, കാരണം ഡിറ്റക്റ്റീവ് ലാസ്റ്റ് കണ്ടത് നാമിനെയാണ്. അവർക്ക് അപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതായത് ഡിറ്റക്റ്റീവ് മിക്കവാറും നാമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവാം, അത് കാരണം ആ ഒരു ഡിറ്റക്റ്റീവിനെ അവർ വകവരുത്തിയതാവാനാണ് സാധ്യത എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കങ് ഈ സമയം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് പ്രോസിക്യൂട്ടർ ജീമാൻ കഴിഞ്ഞ ദിവസം ജിജു ഐലൻഡിലേക്ക് പോയിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതെല്ലാത്തിൻ്റെയും പിറകിൽ ജീമാൻ ആണെന്നാണ്. പക്ഷേ ഇതിന് മാത്യു പറയുന്ന ഇതാണ്, ഒരിക്കലുമല്ല, ജീമാൻ വെറും ഒരു പപ്പറ്റാണ്, അയാൾക്ക് പിന്നിലും ആൾക്കാരുണ്ട്. അടുത്ത സീനിൽ ഹൻമോനിയാണ് കാണിക്കുന്നത്. ഹൻമോനി ഇപ്പോഴും റാഹിയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവളുടെ ആ രണ്ട് ഫ്രണ്ട്സ് അവിടേക്ക് വരികയാണ്. അവരെ കണ്ട് ഹൻമോനി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത്ര രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ സ്കെഡ്യൂൾ ഉച്ച കഴിഞ്ഞാണല്ലോ. ആ ഫ്രണ്ട്സ് ഇപ്പോൾ പറയാണ്, ഞങ്ങൾ അതിനായിട്ടല്ല വന്നത്, നിൻ്റെ ഇന്നത്തെ എല്ലാ അപ്പോയിൻമെൻറ്റ്സും ക്യാൻസൽ ആയിട്ടുണ്ട്, കൂടാതെ തന്നെ ഷോയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും റാഹി മാഡം പറയുന്നത് ഞങ്ങൾ കേട്ടു. ഇപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഇവിടുന്ന് നിന്നിട്ട് സാധനങ്ങൾ നീക്കം ചെയ്യാനായിട്ടാണ്. റാഹി മാഡം അതിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടുത്ത്. മോനി ഇത് കേട്ടിട്ട് മൊത്തത്തിൽ ഷോക്കായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റാഹി അങ്ങനെയൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് നടപടി ഉണ്ടാവും എന്നുള്ള കാര്യം അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഫ്രണ്ട്സിന് ഇതുപോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല റാഹി ഹൻമോനിയുടെ അടുത്ത് എന്തിനാണ് ഇത്ര ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്ന്. അത് കാരണം അവർ പറയാണ്, കാര്യം എന്തായാലും നീ പെട്ടെന്ന് തന്നെ അവരോട് ചെന്ന് മാപ്പ് പറയുന്നതായിരിക്കും നല്ലത്. മാപ്പ് പറഞ്ഞിട്ട് കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവരുടെ സീക്രട്ട് അറിയാൻ ശ്രമിക്കുക, എന്നിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണെങ്കിൽ പോലും അവിടെ നിൽക്കാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു കൂട്ടുകാർ ഉപദേശിക്കുന്നത്. പെട്ടെന്ന് ഹൻമോനിക്ക് ഒരു കോൾ വരികയാണ്. ജീമാനായിരുന്നു വിളിച്ചിരുന്നത്. ജീമാൻ ആ ഒരു കോളിൽ ഹൻമോനിക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്, അത് റാഹിയെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ അവൾ നല്ല ഷോക്കായിട്ട് നിൽക്കുന്നതും കാണാം. പിന്നീട് റാഹിയാണ് കാണിക്കുന്നത്. റാഹി ഓഫീസിൽ ചെല്ലുമ്പോൾ അവളുടെ ഓഫീസിൽ ജിൻമോ ഇരിപ്പുണ്ടായിരുന്നു. അവളെ കണ്ട ഉടനെ ജിൻമോ ചോദിക്കുകയാണ്, തിക്കിതക്കയുടെ ചെയർമാൻ പൊസിഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ? ആ സമയത്ത് റാഹി പറയാണ്, ആ ഒരു ചെയർമാൻ പൊസിഷൻ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, എനിക്ക് നിന്നെ ഇപ്പോൾ തീരെ വിശ്വാസമില്ല, നിൻ്റെ ഹൻമോനെ വിളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, അതായിരിക്കും നിനക്ക് നല്ലത്. ജിൻമോ ഇത് കേട്ടിട്ട് പറയാണ്, നീ എന്താ ഇങ്ങനെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ശരിക്കും നല്ലൊരു എക്സ്പ്ലനേഷൻ നിനക്ക് തന്നതല്ലേ, ഹൻമോനെ എന്നോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനൊരു സ്കാലർ ലെറ്റർ തുടങ്ങിയത്, അല്ലാതെ എനിക്ക് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിൻ്റെ ആ ഒരു പ്രവൃത്തി കാരണം 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് അവളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അത് തിരുത്താൻ പറ്റാത്തൊരു തെറ്റായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? റാഹി അത്യാവശ്യം ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം ജിൻമോയുടെ അടുത്ത് ചോദിച്ചത്. ഇത് കേട്ട് ജിൻമോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ജിൻമോ ചോദിക്കുകയാണ്, നീ ഇത്ര കിടന്ന് തിളയ്ക്കുന്ന എന്തിനാ? ഇത്ര കിടന്ന് ദേഷ്യപ്പെടാനായിട്ട് ബങ്ദാമി നിൻ്റെ മോളൊന്നും അല്ലല്ലോ.
ഈ ഒരു ചോദ്യത്തിന് റാഹിക്ക് ശരിക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല. ജിൻമ പറയാണ്, ഇതൊന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, വേറൊരു കാര്യം പറയാനായിട്ട് കൂടിയാണ് ഞാൻ വന്നത്. ആ ഒരു ഐലൻഡിൽ മരിച്ച 27 പേരും സ്കാർലെറ്റ് ലെറ്ററിലെ ആക്റ്റീവ് മെമ്പേഴ്സായിരുന്നു. ഇതും കൂടെ കേട്ട് റാഹിക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. നീയല്ലേ ശരിക്കും ആ ഒരു ഐലൻഡിലേക്ക് പോയ കോമ്പറ്റീഷനിലെ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്തത്? ഇതൊന്നും നോക്കാതെയാണോ നീ ആൾക്കാരെ സെലക്ട് ചെയ്തത്? അതിന് ജിൻമ പറയാണ്, ഉറപ്പായിട്ടും ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ട് ആ ഒരു ലിസ്റ്റ് മാറ്റിയിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതിനുശേഷം റാഹിയുടെ കയ്യിൽ ഒരു ചെറിയ ഫോൺ കൊടുത്തിട്ട് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഈ ഫോണിൽ വെച്ച് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഒരു ഫോൺ മിസ് ഗോയുടെ വീട്ടിലെത്തിയതായിട്ട് നമുക്ക് കാണാം. ഇപ്പോഴാണ് നമുക്ക് മിസ് ഗോയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നത്. അവരവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവരുടെ 2 മക്കളും കൂടി അവിടെ ഉള്ളതായിട്ട് കാണാം. ഒരാളുടെ പേര് എറിക്ക എന്നും മറ്റാളുടെ പേര് ഫിലിപ്പ് എന്നും ആയിരുന്നു. അവർ ട്വിൻസ് ആയിരുന്നു. മിസ് ഗോ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് കാണാൻ എറിക്ക വല്ലാണ്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ നമ്മളെ കാണിക്കുന്നത്. ആ ഒരു സീനിൽ നമ്മുടെ ജിൻമോ പെങ്ങിയുടെ മോളായിട്ടുള്ള ഹന്നനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവരുടെ ഒരു സ്കൂളിലേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ഈ ഹന്നയായിട്ട് എറിക്ക എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്കിന് ശേഷം എറിക്ക മിസ് ഗോയോട് പറയാണ്, അമ്മയ്ക്കറിയോ ആ ഒരു ഹന്നയുടെ അച്ഛൻ എന്ന് പറയുന്നത് ചെറി എൻ്റർടൈൻമെൻറ്റ് CEO ആയിട്ടുള്ള യങ് ജിൻമോ ആണ്. എനിക്കെന്താ അങ്ങനെ ഒരു അച്ഛനില്ലാത്തേ? ഇത് കേട്ടിട്ട് മിസ് ഗോ പറയാണ്, നീ എന്തൊക്കെയായി പറയുന്നത്? നിൻ്റെ അച്ഛൻ അമേരിക്കയിൽ ജോലി നോക്കല്ലേ, നീ ഫോണിൽ കൂടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സത്യത്തിൽ മിസ് ഗോ ഒരു പെയ്ഡ് ആക്ടറിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറ്റിക്കാനായിട്ട്. അച്ഛനില്ല എന്ന് കുട്ടികൾക്കൊരു വിഷമം ഉണ്ടാവാതിരിക്കാനായിട്ടായിരുന്നു അവരങ്ങനെ ചെയ്തത്. പക്ഷേ ഈ ഒരു കാര്യം എറിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഫിലിപ്പിന് അറിയില്ലായിരുന്നുണ്ടെങ്കിലും. ആ ഒരു കാര്യം പറഞ്ഞ് എറിക്ക കരയാണ്. ശരിക്കും മിസ് ഗോയ്ക്കും വളരെ സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ. അടുത്ത സീനിൽ ഹൻമോനെ വിളിച്ചതിനെ തുടർന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന റാഹിയാണ് കാണിക്കുന്നത്. അവിടെ റാഹി എത്തുന്ന സമയത്ത് ഹൻമോനെ പതിവില്ലാത്ത രീതിയിൽ വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷവും ഈ ഒരു കാര്യം റാഹിക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഒന്നും ചോദിക്കുകയൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ റാഹി ചോദിക്കുകയാണ്, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നതിന് പകരം ഞാൻ എൻ്റെ ഏജൻസിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുതിയൊരു ഏജൻസി തപ്പുന്നതായിരിക്കും നിനക്ക് നല്ലത്. ആ സമയത്ത് ഹൻമോൻ ചോദിക്കുകയാണ്, എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഒരു ടിക്കറ്റൊക്കെ ആപ്പിൻ്റെ CEO ആയിട്ടുള്ള മാത്യു ലീയുടെ അടുത്ത് എൻ്റെ കാര്യം സംസാരിച്ചുകൂടാ? അപ്പോൾ റാഹി പറയാണ്, നിൻ്റെ പാസ്റ്റ് അറിഞ്ഞതിന് ശേഷം ആരും നിന്നെ ഏജൻസിയിലേക്ക് എടുക്കും? എന്നെപ്പോലെ ആരും നിന്നെ ഏജൻസിയിലേക്ക് ഇനി വിളിക്കാൻ പോകുന്നില്ല. നിൻ്റെ കരിയർ ഇതോടെ അവസാനിച്ചു. അപ്പോഴാണ് മാത്യു വിളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് റാഹി അവിടെ നിന്ന് ചിരിക്കുകയാണ്. അതിനുശേഷം മോനെ പറയാണ്, നിങ്ങൾ ആരോടും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പാസ്റ്റിൻ്റെ കാര്യം ആരും തന്നെ അറിയാൻ പോകുന്നില്ല. റാഹി ചോദിക്കുകയാണ്, ഞാനെന്തിനാണ് നിനക്ക് സഹായം ചെയ്യുന്നത്? അപ്പോൾ മോനെ പറയാണ്, 5 വർഷം മുമ്പ് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു തീരുമാനത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അത് മനസ്സിലാവാതെ റാഹി ഇങ്ങനെ നിൽക്കുമ്പോൾ പറയാണ്, 5 വർഷം മുമ്പേ നിങ്ങളുടെ സ്വന്തം മകളായിട്ടുള്ള ബങ്ദാമിക്ക് പകരം എന്നെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലായിരുന്നോ? ആ ഒരു തീരുമാനത്തിൽ മാത്രം നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി. ഈ ഒരു കാര്യം കേട്ട റാഹി പെട്ടെന്ന് ഷോക്കായി പോവാണ്. ഈ ഒരു കാര്യം ഹൻമോനെ അറിയുന്നുള്ള കാര്യം റാഹി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ മോളോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്ക് മോളൊന്നുമില്ല. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണാം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹൻമോനെ ആ ഒരു പ്രോസിക്യൂട്ടർ ജീമാൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ സംഭാഷണമാണ് ആ ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത്. ഹൻമോനെ അയാളുടെ അടുത്ത് ചെന്നിട്ട് കെയെ കാണണം എന്നാണ് ആവശ്യപ്പെട്ടത്. ആ സമയത്ത് ജീമൻ പറയാണ്, ഒരിക്കലും ഇല്ല, നിനക്ക് കെയെ കാണാനായിട്ട് സാധിക്കില്ല. ഞാൻ വരെ നിന്നെ ഈ സമയത്ത് വന്ന് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോലും സ്വസ്ഥത ഉണ്ടാവില്ല. മോനെ അതിനുശേഷം ദാമിയുടെ ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയാണ്, ആ ഒരു കേസിൽ ഞാൻ മാത്രമല്ല, നിങ്ങളും കെയും ഒക്കെ ഇൻവോൾവ് ആണ്. നിങ്ങളൊരു കാര്യം കെയോട് പറഞ്ഞേക്കണം, ഞാനെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിങ്ങൾ 2 പേരും പെടും. കൂടാതെ റാഹിക്ക് ദാമിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്നും അന്വേഷിക്കാനായിട്ട് ജീമാനെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മുന്നേ കാണിച്ചിരുന്ന ആ ഒരു ഫോൺ കോളിൽ റാഹിയുടെ സ്വന്തം മകളായിരുന്നു ദാമി എന്നൊരു കാര്യമായിരുന്നു ഹൻമോനെ ജീമാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഫ്ലാഷ് ബാക്കിന് ശേഷം ഇവിടെ റാഹി പറയാണ്, നീ എന്നെ ആ ഒരു കാര്യം വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും വിചാരിക്കണ്ട. നിന്നെപ്പറ്റിയുള്ള വേറെയും കുറേ കാര്യങ്ങൾ എനിക്കറിയാം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ ആരോടും പറയാതെ ആരെയോ കാണാനായിട്ട് പോയില്ലേ? കാറിൽ കയറി ആരുടെയോ കൂടെ നീ പോയല്ലോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എറിഞ്ഞു നോക്കുന്ന സമയത്ത് ഹൻമോനെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ശരിയാ, നിങ്ങളെന്ന് തന്നെ ഫോളോ ചെയ്തായിരുന്നല്ലേ? ഞാൻ കാണാൻ പോയത് പ്രോസിക്യൂട്ടർ ജീമാനെയാണ്. അയാൾ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. കൂടാതെ ജീമാൻ കെയുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനൊന്നും തയ്യാറല്ല, എനിക്കതിന് താല്പര്യമില്ല. എത്ര നാൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നോ അത്ര നാൾ നിങ്ങളും സേഫായിരിക്കും, നിങ്ങളുടെ സീക്രട്ടും. ഇതൊക്കെ കേട്ടിട്ടും റാഹി പറയാണ്, ഇതൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാൻ നേരത്താണ് അവിടേക്ക് മാത്യു ലീ വരുന്നത്.
മാത്യു അവിടേക്ക് വന്നിട്ട് ഹനുമൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി പോയത്, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. മാത്യുവിനെ കണ്ട റാഹി പറയാണ്, നമ്മളിനി കാണില്ല എന്നാണല്ലോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. മാത്യു പറയാണ്, സത്യത്തിൽ ടിക്കിതാക്ക എന്ന ആപ്പിൻ്റെ ആഡ്സിന് വേണ്ടിയിട്ട് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഞാൻ മോനിക്ക് കൊടുത്തിരുന്നു. പക്ഷേ അത് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കണ്ടീഷനാണ് അവൾ വെച്ചിരുന്നത്. ടിക്കിതാക്കയുടെ ചെയർമാനിൻ്റെ പൊസിഷൻ നിനക്ക് തന്നെ തരണം എന്നായിരുന്നു അവൾ വെച്ചിരുന്ന കോൺട്രാക്റ്റ്. മാത്യു അതിനുശേഷം റാഹിയുടെ അടുത്ത് നിന്നിട്ട് പറയാണ്, ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ടുണ്ട്, നിനക്ക് ഉടനെ തന്നെ ടിക്കിതാക്ക ആപ്പിൻ്റെ ഭാഗമാകാൻ സാധിക്കും. ഇതിന് റാഹി പറയാണ്, അതിന് പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്, നിങ്ങൾ എന്നോട് സോറി പറയണം. അതിനുശേഷം മാത്യു സോറിയൊക്കെ പറയുന്നുണ്ട്, കൂടാതെ അവളുടെ കൈ എടുത്തിട്ട് കയ്യിലൊരു കിസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജിൻമോയെ കാണാൻ വന്ന ദോഹ്യുക്കിനെയാണ് കാണിക്കുന്നത്. ദോഹ്യുക്ക് ഹനുമനി ജീമാനെ കണ്ട സമയത്ത് ക്ലിക്ക് ചെയ്ത ഫോട്ടോസ് എടുത്തിട്ട് ജിൻമോയെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ദോഹ്യുക്ക് ചോദിക്കുകയാണ്, ഈ പ്രോസിക്യൂട്ടർ ജീമാൻ ഹനുമനിയുടെ ബോയ്ഫ്രണ്ട് വല്ലതും ആണോ? ഇയാളുടെ കുഞ്ഞിനെ വല്ലതും ആണോ അവൾ 5 വർഷം മുന്നേ ജന്മം നൽകിയത്? ഇത് കേൾക്കുന്ന ജിൻമോ ചെറിയതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് നീ ഇതിൽ കൂടുതലൊന്നും അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് നീ അന്വേഷിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ജീവന് തന്നെയാണ് ആപത്ത്. ജീവന് കൊതിയുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ചെറിയ രീതിയിലൊരു ഭീഷണിയും ഒരു വാണിങ്ങും കൊടുക്കുകയാണ്. കൂടാതെ അവൻ സ്വയം ആലോചിക്കുന്നുണ്ട്, ജീമാൻ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എളുപ്പമായി. ആ ഒരു ജെജു ഐലൻഡിലുണ്ടായ സംഭവങ്ങൾ മുഴുവൻ നമുക്ക് എന്നേക്കുമായിട്ട് മൂടി വെക്കാൻ സാധിക്കും. പിന്നീട് റാഹിയാണ് കാണിക്കുന്നത്. റാഹി അവളുടെ ഓഫീസിൽ ഹനുമനിയുടെ മറ്റ് 2 സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ട് ജിയയ്ക്ക് എതിരായിട്ട് ന്യൂസ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ജിയ ഏതു നേരവും ഹനുമനെ കോപ്പി അടിക്കാനായിട്ട് ശ്രമിക്കും. ആ ഒരു ഓഡിഷനിലും ഹനുമനിയുടെ പാട്ടാണ് ജിയ എടുത്ത് പാടിയത് എന്നുള്ള രീതിയിൽ ഹനുമനെ കോപ്പി അടിക്കാനായിട്ടാണ് ജിയ ശ്രമിച്ചത് എന്നുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ സ്കൂളിൽ വളരെ വലിയൊരു ബുള്ളി പെൺകുട്ടിയായിരുന്നു ജിയ എന്നും കൂടി അവർ പ്രചരിപ്പിക്കുകയാണ്. ആ ഒരു ബുള്ളി ആയിരുന്ന ഒരു കാര്യം അവൾ സത്യമാണ്. പക്ഷെ അതിനുശേഷം അവൾക്ക് അതിൽ കുറ്റബോധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വളരെ മോശമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ജിയയുടെ കാര്യത്തെപ്പറ്റി ഈ ഒരു ഫ്രണ്ട്സ് റാഹിയുടെ ഓർഡർ പ്രകാരം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഒരു വാർത്ത അത്യാവശ്യം വൈറലായതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിഷൻ്റെ ഡയറക്ടർ ജിയയെ വിളിപ്പിക്കുകയാണ്. ഇതെന്തൊക്കെയാണ് ഈ കാണുന്നത് എന്നൊക്കെ ചോദിച്ച് ജിയയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ആ ഒരു ഡയറക്ടർ. ജിയ മാക്സിമം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങ് നടക്കുന്നില്ല. ഹനുമനിയാണ് എൻ്റെ പാട്ടുകൾ മോഷ്ടിച്ച് സ്വന്തം പാട്ടുകളെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെ ഞാൻ ഒരിക്കലും ആരുടെയും പാട്ട് മോഷ്ടിക്കാൻ പോയിട്ടില്ല, ഈ പാട്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ആ ഒരു ഡയറക്ടർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കൂടാതെ മിസ് ഗോയുടെ ഒരു ഇൻ്റർവ്യൂ കൂടി അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു ഡയറക്ടർ. ആ ഒരു ഇൻ്റർവ്യൂവിൽ ജിയ ശരിക്കും ഒരു ബുള്ളി പെൺകുട്ടി ആയിരുന്നു ഹൈസ്കൂളിൽ സമയത്ത് എന്നാണ് മിസ് ഗോ പറയുന്നത്. മിസ് ഗോ ഇവരുടെയൊക്കെ ക്ലാസ് ടീച്ചർ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മോനെ പറഞ്ഞിട്ടാണ് ജിയക്കെതിരെ മിസ് ഗോ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. പകരമായിട്ട് മിസ് ഗോയുടെ മകൾ എറിക്കായ്ക്ക് അവളുടെ ഡ്രാമയിൽ ഒരു റോള് ഹനുമനി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജിയ അതിനുശേഷം തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഗിറ്റാർ വെച്ചിട്ടിരുന്നിട്ട് വളരെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. അവൾ ആലോചിക്കുകയാണ്, ആ ഒരു ഡയറക്ടർ അവളോട് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഡ്രാമയ്ക്കും വേറെ ആളെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തോളാം, നിൻ്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അതാലോചിച്ച് വളരെ സങ്കടപ്പെട്ട് അവൾ അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം ആ ഒരു മറ്റ് 2 പുള്ളി പെൺകുട്ടികൾ വേറെ കുറേ പെൺകുട്ടികളെയും കൂടി വിളിച്ചുകൊണ്ട് ജിയയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരികയാണ്. അവിടെ കയറി വന്നിട്ട് ജിയയുടെ ഗിറ്റാർ ഉൾപ്പെടെ അവിടെ ഇരുന്ന പല സാധനങ്ങളും എറിഞ്ഞ് പൊട്ടിക്കുകയാണ്. അത് ജിയയുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കാൻ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. അവർ പോയതിനു ശേഷം ജിയ ആലോചിക്കുകയാണ്, ഇതേ 2 പേരുടെ കൂടെ കൂടിയിട്ടായിരുന്നു ഹൈസ്കൂൾ സമയത്ത് സാധാരണ പെൺകുട്ടികളെ അവർ ബുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. മറ്റുള്ള ആൾക്കാരെ ബുള്ളി ചെയ്തിട്ട് ഈ ഒരു 2 പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഒക്കെ ജിയ പൈസ വാങ്ങുമായിരുന്നു. ഈ ഒരു പരിപാടി മനസ്സിലാക്കിയതിന് ശേഷം ഹനുമോനി വന്നിട്ട് ജിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ട പൈസ ഞാൻ തരാമെന്ന്. ജിയയ്ക്ക് പക്ഷേ ആ ഒരു ഓഫറിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹനുമനി ജിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് നോക്കുകയാണ്. സത്യത്തിൽ ജിയ ചെറുതായിരുന്ന സമയത്ത് അവളുടെ അച്ഛനെ അവൾ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് മൈനർ ആയിരുന്നത് കൊണ്ട് തന്നെ ജിയയ്ക്ക് ശിക്ഷയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം എങ്ങനെയോ അറിഞ്ഞ ഹനുമനി ആ ഒരു കാര്യം വെച്ചിട്ട് ജിയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച ശേഷം വളരെ വിഷമത്തിലിരിക്കുന്ന ജിയ അവിടുന്ന് എങ്ങനെയൊക്കെയോ എണീക്കുകയാണ്. അങ്ങനെ എണീറ്റ ശേഷം അവൾക്ക് ഹനുമനിയുടെ കോള് വരികയാണ്. ഹനുമനി പറയാണ്, മതി നിർത്തിക്കോ, എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചിട്ട് തിരിച്ചിവിടെ വന്ന് ജോയിൻ ചെയ്തോളൂ. ഒരു ബുള്ളി പെൺകുട്ടിയായ നിന്നെ മറ്റൊരു ഏജൻസിയും ജോലിക്കായിട്ട് ഏറ്റെടുക്കില്ല, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും നിനക്ക് നല്ലത്. സത്യത്തിൽ ജിയ എഴുതിയ പാട്ടുകളൊക്കെ സ്വന്തം പാട്ടുകളാണെന്ന രീതിയിൽ ഹനുമനി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കാരണമാണ് ഹനുമനിക്ക് ഈ ഒരു പോപ്പുലാരിറ്റി ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അത് തുടരാനായിട്ട് തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ജിയ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ടിരുന്നത്.
പക്ഷേ ജിയ എനിക്ക് വരാൻ സാധിക്കില്ലെന്നും കൂടാതെ 5 വർഷം മുമ്പ് നമ്മുടെ സ്കൂളിൽ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ദാമിയല്ല നീയാണെന്നുള്ള കാര്യം ഞാൻ ഈ ലോകം മൊത്തം അറിയിക്കും എന്ന് ജിയ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. ഹനുമനി പറയാണ്, ശരി, നീ അത് ആരെയെന്ന് വെച്ച് അറിയിച്ചോ, ഞാനന്നേരം നിൻ്റെ അച്ഛനെ കൊന്നത് നീയാണെന്നുള്ള കാര്യം കൂടി പുറത്തു വരുത്തും. ആ ഒരു സമയത്താണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. സത്യത്തിൽ ജിയയുടെ അച്ഛൻ ഭയങ്കര ഒരു കുടിയനായിരുന്നു. അയാൾ മിക്ക ദിവസം കുടിച്ചിട്ട് വന്നിട്ട് ജിയയും ജിയയുടെ ചേച്ചിയും വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ജിയയെ വളരെയധികം അയാൾ കുടിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് ജിയയുടെ ചേച്ചിയാണ് സഹി കേട്ടിട്ട് ഒരു കത്തിയെടുത്ത് അയാളെ കുത്തി കൊന്നത്. പക്ഷേ സ്വന്തം ചേച്ചിയുടെ ഉപരിപഠനത്തിനൊക്കെ ഈ ഒരു കേസ് നല്ല രീതിയിൽ ബാധിക്കും എന്നറിയാവുന്ന ജിയ ആ ഒരു കുറ്റം സ്വന്തം പേരിൽ ഏറ്റെടുക്കുകയായിരുന്നു. ആ സമയത്ത് വെറും 14 വയസ്സായിരുന്നു ജിയയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശിക്ഷയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു വിധി നിർണ്ണയിച്ചിരുന്ന സമയത്ത് ആ ഒരു കോർട്ടിൽ ആ സമയത്ത് ഹനുമനി ഉണ്ടായിരുന്നു. അവളുടെ അനിയൻ്റെ എന്തോ ഒരു ആവശ്യത്തിനായിട്ടാണ്, എന്തോ ഒരു കേസിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ആ സമയത്ത് ആ കോർട്ടിൽ അവളുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഹനുമനി ഈ ഒരു കാര്യം അറിയാൻ സാധിച്ചത്. അതിനുശേഷം പ്രസൻറ്റിൽ മോനിയോട് ജിയ പറയുകയാണ്, ഞാനല്ലായിരുന്നല്ലോ, നീയല്ലായിരുന്നു ബുള്ളി, നീയല്ലേ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. മോനെ ചോദിക്കുകയാണ്, അതിനെന്താ, അതിന് എവിഡൻസ് ഉണ്ടോ നിൻ്റെ കയ്യിൽ? വെറുതെ ആവശ്യമില്ലാതെ ഇനി ഇതുപോലത്തെ ഓഡിഷൻസിലൊന്നും പോയി പങ്കെടുക്കുന്ന മിസ്റ്റേക്ക് ഒരിക്കലും ഇനി വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഹനുമനി കോൾ കട്ട് ചെയ്യാണ്. ജിയ ശരിക്കും വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ആ സമയത്താണ് തിക്കിതക ആപ്പിൽ ജിയയുടെ ഫാനിൻ്റെ മെസ്സേജ്, അതായത് മാത്യുവിൻ്റെ മെസ്സേജ് അവൾക്ക് വരുന്നത്. ആ ഒരു ജിയ ബുള്ളിയാണെന്ന് പറഞ്ഞിരുന്ന ഒരു ന്യൂസിൻ്റെ കാര്യത്തെ പറ്റിയായിരുന്നു മാത്യു സംസാരിച്ചിരുന്നത്. അതിന് ജിയ സോറി പറഞ്ഞിട്ട് സത്യമായിട്ടും ഞാൻ ആരുടെയും പാട്ട് മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാണ്. അതിന് മാത്യു പറയാണ്, എനിക്ക് നിന്നെ വിശ്വാസമാണ്, കൂടാതെ നിൻ്റെ പാട്ടുകൾ വളരെ സ്പെഷ്യലാണ്, നിൻ്റെ അടുത്ത പാട്ടിനായിട്ട് ഞാൻ എന്നും വെയിറ്റ് ചെയ്തിരിക്കും എന്ന് മാത്യു പറയാണ്. പിന്നീട് റാഹിയാണ് കാണിക്കുന്നത്. റാഹി ഒരു ഹോട്ടൽ റൂമിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു റൂമിൽ മാത്യു ഉണ്ടായിരുന്നു. മാത്യു വിളിച്ചതിനെ തുടർന്നാണ് റാഹി അവിടെ എത്തിയിരുന്നത്. ആ ഒരു റൂം ഫുള്ള് മാത്യു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റാഹി കയറിയതിന് ശേഷം റാഹിയുടെ അടുത്ത് മാത്യു പറയാണ്, ഞാൻ ശരിക്കും നല്ലൊരു അപ്പോളജി പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കാരങ്ങളൊക്കെ ഒരുക്കിയത്. റാഹി അതിനുശേഷം മാത്യുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, തിക്കിതക്കയുടെ ചെയർമാൻ പൊസിഷൻ നിങ്ങൾ മോനെ പറഞ്ഞുകൊണ്ട് മാത്രമാണോ എനിക്ക് ഓഫർ ചെയ്തത്? ആ സമയത്ത് മാത്യു പറയാണ്, മോനെ പറഞ്ഞതുകൊണ്ടും എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പൊസിഷൻ നിനക്ക് ഓഫർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. റാഹിക്ക് ആ സമയം മനസ്സിലാവുന്നുണ്ടായിരുന്നു അവൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിൽ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം അവർ രണ്ടുപേരും കിസ് ചെയ്യാണ്. ആ സമയത്ത് റാഹിക്ക് ഹനുമനിയുടെ കോള് വരികയാണ്. ഹനുമനി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ്, അതായത് ജീമാനെ റാഹിയെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്.